ഇവിടെ നിലനിൽക്കേണ്ടത്. ഇത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ ഉണ്ടാവണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ഇവിടെ ഉണ്ടാവണം. ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത് സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാടുകളുടെയും ആശയങ്ങളുടെയും സൗന്ദര്യമായിരുന്നു, അതിന്റെ സൗരഭ്യമായിരുന്നു. അത് നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ മഹിതമായ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. SKSSF പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. SKSSF പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടുകളിൽ മുമ്പൊന്നും നമുക്ക് കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആശയങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ഉപ്പമാരോടൊക്കെ സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ സാമൂഹികമായ സാഹചര്യങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ, യുക്തിവാദത്തിന്റെ, മതനിരാസത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് ബോധ്യമുണ്ടാവണം. നമ്മുടെ കുട്ടികളെ മുഴുവനും ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. ജീവിതം അടിച്ചുപൊളിയാണ്, ജീവിതം ആസ്വദിച്ച് തീർക്കേണ്ടതാണ്. അങ്ങനെ ആസ്വാദനത്തിന്റെ ലോകം നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ പലരും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആസ്വാദനത്തിന്റെ മാർഗങ്ങൾ എന്താണെങ്കിലും അത് അനുഭവിക്കണമെന്നാണ് ചില ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതം സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അനുഭവിച്ച് തീർക്കണമെന്നാണല്ലോ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. എല്ലാവിധ ആസ്വാദനത്തിന്റെ ലോകങ്ങളും തുറക്കപ്പെട്ട് അതൊക്കെ അനുഭവിക്കണമെന്നാണല്ലോ ഈ ലിബറലിസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ആധുനികവാദത്തിന്റെയും ഒക്കെ വക്താക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആസ്വാദനത്തിന് മുന്നിൽ മാതാപിതാക്കൾ തടസ്സമാണെങ്കിൽ ആ ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആ ആസ്വാദനത്തിന് മുന്നിൽ നാടിന്റെ സദാചാര ബോധം നിലനിൽക്കുന്ന വ്യവസ്ഥിതികൾ തടസ്സമാണെങ്കിൽ അത് തകർക്കപ്പെടണമെന്നാണ് പറയുന്നത്. വിവാഹം പോലെയുള്ള, കുടുംബം പോലെയുള്ള നമ്മുടെ നാടിന്റെ നന്മയെ പ്രസരിപ്പിക്കുന്ന ഈ വ്യവസ്ഥിതികൾ മുഴുവനും അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഈ ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആത്മീയമായ ലോകത്ത് പിടിച്ചു നിർത്തി പ്രതിരോധം തീർക്കുന്ന ഉത്തരവാദിത്തമാണ് SKSSF ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയാണ് അതിനുള്ള പരിഹാരം. ആത്മീയത മധുരമാണ്, ആത്മീയത മധുരമാണ്, മതം മധുരമാണ് എന്ന ക്യാമ്പയിനോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം SKSSF അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈമാനിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ള പ്രയോഗം ഹലാവത്തുൽ ഈമാൻ എന്നാണ്, ഈമാനിന്റെ മാധുര്യം എന്നാണ്. ആ മധുരം നുകർന്നവരാണ് പൂർവ്വസൂരികളായിട്ടുള്ള മശായിഖമാർ, ഔലിയാക്കൾ. അവർക്ക് ആ ലദ്ദത്ത് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ട്